അപ്പോൾ നമ്മുടെ ഫിസിക്സ് എക്സാമിന് വേണ്ടി ഞങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതേപോലെ പരീക്ഷയിൽ വന്ന കാര്യം കുറേ പേർക്കൊക്കെ അറിയാം. അതേപോലെ മാത്സിനും ഇങ്ങനത്തെ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പം മാത്സിന് നമ്മൾ ചെയ്യുമ്പോൾ കുറേ ചറപറ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോ ചാപ്റ്ററും എടുത്തിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള എന്തായാലും പരീക്ഷയിൽ നിങ്ങൾക്ക് പേപ്പർ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആ എക്സാമിനറുടെ വീഡിയോയിലാണ് കണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് പേപ്പറിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് മെല്ലെ മെല്ലെ ഡിഫിക്കൽട്ടിലേക്ക് കടക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. കോമൺ ഡിഫറൻസ് എന്താണ്? ഈ കോമൺ ഡിഫറൻസ് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇത് എഴുതിയാൽ 1 3 5 7 എന്ന് എഴുതിയാൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? കാരണം എന്താണ്? ഞാൻ 1ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നു, 3ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടുന്നു, അങ്ങനെ അല്ലേ? ബേസിക്കലി ഓരോ ടേമിന് 2 ആഡ് ചെയ്തു, 2 ആഡ് ചെയ്താണ് സീക്വൻസ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? 7ന്റെ കൂടെ 2 ആഡ് ചെയ്യുക, എന്ത് കിട്ടും? 9 കിട്ടും. 9ന്റെ കൂടെ 2 ആഡ് ചെയ്യുക, 11 കിട്ടും. ഇങ്ങനെയായിരിക്കും അരിത്തമെറ്റിക് സീക്വൻസ് പോവുക. ഇവിടെ ഈ 2 എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്, അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഈ 2 അല്ലേ? ഈ 2ൽ ഓരോ പ്രാവശ്യം ആഡ് ചെയ്യുന്ന സാധനമില്ലേ, അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇതിന് CD വെച്ച് റെപ്രസെന്റ് ചെയ്യാം, വെറും D വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതാണ് കോമൺ ഡിഫറൻസ്. അങ്ങനെയാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് എന്താണ്? 2 ആണോ, 5 ആണോ, 11 ആണോ, 3 ആണോ? സിമ്പിൾ ആയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് 5 8 11 13. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമൺ ഡിഫറൻസ് എന്താണ്? അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു സാധനം ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേം കിട്ടുന്നു. അപ്പോൾ 5ന്റെ കൂടെ എന്തോ ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. 8ന്റെ കൂടെ അതേ സാധനം ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടുന്നു. അങ്ങനെ പോകുന്നു. അങ്ങനെയുള്ള ചോദ്യം എന്താണ്? 5ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക? 3 ആഡ് ചെയ്യുമ്പോഴാണ്. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. 8ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടുമോ? 11 കിട്ടും. അങ്ങനെയാണ് കോമൺ ഡിഫറൻസ് എന്താണ്? D അല്ലെ CD = 3. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോമൺ ഡിഫറൻസിന്റെ ചോദ്യം വന്നാൽ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ മോഡൽ എക്സാമിനും ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളൂ, ഇതെന്തായാലും വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ചുകൂടി സംഭവങ്ങൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയി വരികയാണ്. Algebraic form of a sequence is given 10n-3. What is its first term, fifth term? അപ്പോൾ നിങ്ങൾ ഈ ആൾജിബ്രിക് എക്സ്പ്രഷൻ കേട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മുടെ 1 3 5 7ന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, അതിലൊരു n ഉണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ 3n+5 ഏതോ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഇനിയും ഉണ്ടാവും അല്ലേ? ഇവിടെ മൈനസും വരാം, 4n-3. അപ്പോൾ അതൊക്കെ എന്താണ്? ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ തിയറി ഒന്നും മനസ്സിലാക്കണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ഇങ്ങനെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിന്റെ അതുപോലെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക, ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കുക, 10th ടേം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? എന്നിന്റെ പകരം ഈ എന്നിന് എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന സാധനമാണ് നമ്മുടെ ഫസ്റ്റ് ടേം. അപ്പോൾ 3 × 1 + 5 എത്രയാ? 3 × 1 3 ആണ്, +5 = 8. ഇതാണ് ഫസ്റ്റ് ടേം. ഇനി നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ 10th ടേം കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? എന്നിന് പകരം 10 ഇട്ട് കൊടുക്കുക. 10 ഇട്ട് കൊടുത്താൽ 30. 3 × 10 30 + 5 35. അതാണ് 10th ടേം. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നിന് പകരം ആ ടേം ഏതാ ടേം വേണ്ട അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. 10n-3. ഓക്കെ, അതാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. n ഉണ്ടായില്ല. ഓക്കെ, n ഉണ്ടാവണം. അങ്ങനെയാണ് ഫസ്റ്റ് ടേം എന്താണ്? ഒന്നുമില്ല, എന്നിന് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നിന് 1 ഇട്ടാൽ 10 × n-ന് 1 - 3. അത് വൃത്തിയായിട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ 10 × 1 10 ആണ്, -3 ചെയ്താൽ എന്ത്? 10 - 3 എത്രയാണ്? 7. അപ്പോൾ ഇതാണ് എന്ത്? ഫസ്റ്റ് ടേം ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ? ഫിഫ്ത്ത് ടേം എന്താണെങ്കിൽ ഫിഫ്ത്ത് ടേം 10 × എത്രയാണ്? 5. 10 × 5 എന്നിന് വരെ 5 കൊടുക്കുക. അതാണ് ഫിഫ്ത്ത് ടേം. 10 × 5 -3 മറക്കണ്ട, -3. 10 × 5 എന്താണ്? 50 ആണ്. 50 - 3 എത്രയാണ്? 47 ആണ്. അപ്പോൾ 47 ആണ് എന്ത്? ഫിഫ്ത്ത് ടേം. 47 ഫിഫ്ത്ത് ടേം. അപ്പോൾ ഇതും പരീക്ഷയിൽ ചോദിക്കും. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഉറപ്പായിട്ടും മറ്റന്നാളത്തെ എക്സാമിന് എന്തായാലും ഇത് കാണാൻ പറ്റും, ഒരു സംശയമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും, എന്നിട്ട് പറയും ഫസ്റ്റ് ടേം പഠിക്കാം, വേറെ ഏതോ ടേം പഠിക്കാം. ജസ്റ്റ് എന്ത് ചെയ്യണം? എന്നിന് പകരം ഏത് ടേമാണോ വേണ്ടത് അവിടെ കൊണ്ട് ആ നമ്പർ ഇട്ട് കൊടുക്കുക, കിട്ടും സാധനം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, കുറച്ചും കൂടി നമ്മൾ ലെവൽ കൂട്ടുകയാണ്. 3, 8, 13, 18 is an arithmetic sequence. അവർ പറഞ്ഞു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞു. വാട്ട് ഇസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, 10th ടേമും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസിന്റെ ഓൾറെഡി അറിയാം. എന്താണ് കോമൺ ഡിഫറൻസ്? ആദ്യം നിന്ന് നല്ല വൃത്തിയിൽ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുക, പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രസ്സായിട്ട് ഭംഗിയായിട്ട് ഇങ്ങനെ വലുതായിട്ട് എഴുതി വെച്ചോളൂ. എന്നിട്ട് കോമൺ ഡിഫറൻസ് നോക്കേണ്ട എത്രയേ ഉള്ളൂ? ഇവിടുന്ന് എന്തോ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും, 3 എന്തോ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും, 8 എന്തോ ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. അത്ര മതി, 2 ടേംസിന് നോക്കിയാൽ മതി. 3 എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക? 3 എന്ത് ആഡ് ചെയ്യുമ്പോൾ 8? 3 5 ആഡ് ചെയ്യുമ്പോഴാണ് 8 കിട്ടുക. ഇത് ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കാം. 8 5 ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടുമോ? കിട്ടും.
പ്രശ്നമൊന്നുമില്ല. വേണേ ഒന്നുകൂടി ചെക്ക് ചെയ്തോ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരുന്നോളൂ. 13 5 ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടുമോ? കറക്റ്റാണ്. അങ്ങനെയാണ് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? D = 5. ഫസ്റ്റ് ആൻസറായി. ഇതൊക്കെ ഈ പരീക്ഷയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളൂ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ ക്ലിയർ ആക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോമൺ ഡിഫറൻസിന് ചെയ്യുന്നത്. ഇനി അവർ ചോദിച്ചിരിക്കുന്നുണ്ട് 10ാമത്തെ ടേം എന്താണ്? അവർ ചോദിക്കുകയാണ് 10ാമത്തെ ടേം ആണ് കോമൺ ഡിഫറൻസ് കിട്ടി 10ാമത്തെ ടേം. അപ്പോൾ ടേം എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി നമ്മുടെ ഈ സീക്വൻസ് 3 8 13 18 അല്ലേ? ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടേം എന്താ? 10ാമത്തെ തവണ നിൽക്കണേ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഇതെന്തായിരിക്കും? സെക്കൻഡ് ടേം. ഇതാണ് എന്ത്? തേർഡ് ടേം. ഇതാണ് ഫോർത്ത് ടേം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അങ്ങനെ 5ാമത്തെ ഒരു ടേം ഉണ്ടാവും, 6ാമത്തെ ടേം ഉണ്ടാവും, 7ാമത്തെ. അങ്ങനെ ഇത് ബേസിക്കലി നിങ്ങൾ 5 ആഡ് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചാൽ 10ാമത്തെ ടേം കിട്ടും. പക്ഷെ അത് നല്ലൊരു ഐഡിയ ആയിരിക്കില്ല, കാരണം കുറേ സമയം എടുക്കും. 10 ആയതുകൊണ്ട് എളുപ്പമാണ്. ഇപ്പോൾ 29ാമത്തെ ടേം ഒക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഫുൾ എഴുതി പേപ്പർ നിറഞ്ഞു പോകും, അപ്പോഴത്തേക്കും സമയം പോകും. അപ്പോൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യണം? 10ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഈ സീക്വൻസിലെ 10ാമത്തെ ടേം കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. സിമ്പിൾ ഇക്വേഷൻ ആണ്. ഇത്രയേ ഉള്ളൂ. 10ാമത്തെ ടേം അല്ല, nth ടേം. nth എന്ന് പറഞ്ഞാൽ എന്ത് വേണേ ആവാം. 5 6 7 31 49 100 എന്ത് വേണം. അപ്പോൾ എന്ത് വേണേ ആവാലോ. അപ്പോൾ ആ nth ടേം അതിനെ ഇങ്ങനെ സൂചിപ്പിക്കും അല്ലേ? an = അല്ലെ xn എന്നും കാണാട്ടോ. നിങ്ങൾ ചിലരൊക്കെ xn എന്ന് പഠിച്ചിട്ടുണ്ടാവും. രണ്ട് സെയിം ആണ്. അപ്പോൾ xn എന്ന് പറഞ്ഞാൽ ഏത് ടേം വേണം? 10ാമത്തെ ടേമോ 50ാമത്തെ ടേമോ എന്ത് വേണോ. എന്താണെങ്കിലും ഫോർമുല ഇത്രയേ ഉള്ളൂ. an അല്ലെ xn = f ഫസ്റ്റ് ടേം. അതെ, ഫസ്റ്റ് ടേം എന്താ? 3. ഈ കേസിൽ 3 ആണ്. വേറെ സീക്വൻസിൽ വേറെ ആയിരിക്കും. f ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് d. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലവരൊക്കെ എന്താണ് എഫ് എന്ന് വരെ എ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. എല്ലാം സെയിം ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ആണല്ലേ. ഈ ഫസ്റ്റ് ടേമിനെയാണ് നമ്മൾ എ എന്നോ എഫ് എന്നോ ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട, ഏത് ഫോർമുല പഠിച്ചാലും കുഴപ്പമില്ല. പ്ലസ് n-1 d എന്നൊക്കെ എഴുതും. അപ്പോൾ എന്ത് എഴുതിയാലും മനസ്സിലാക്കണം ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി. ഇനി ഈ n-1 ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവുന്ന എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ കുറേ ഫോർമുല പറയാണ്ട് ഈ ഫോർമുല എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ സീക്വൻസ് അല്ലേ? 3 8 13 18. അതിന് കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇങ്ങനെ 3 എന്താണ് 5 ആഡ് ചെയ്തിട്ടാണ് കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി, കുഴപ്പമൊന്നുമില്ല. ഇനി ചോദിച്ചിരിക്കുന്നത് 10ാമത്തെ ടേം ആണ്. അപ്പോൾ 10ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷൻ കൊണ്ട് ഉപയോഗിച്ച് നോക്കാം. ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തോളൂ, പെട്ടെന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇത് nth ടേം ആണ്. nth ടേം നമുക്ക് വേണ്ട 10th ടേം ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇത് nth ടേം ആണ് അല്ലേ? ഈ an അല്ലെ xn എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം ആണ്. ഏതോ ഒരു n ആണ്. നമുക്ക് വേണ്ടത് 10ാമത്തെ ടേം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? n-ന് പകരം n എവിടെ ഉണ്ടോ അവിടെയൊക്കെ 10 വെച്ച് റിപ്ലേസ് ചെയ്യണം. 10 കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഈ an നമുക്ക് വേണ്ടത് എന്താണ്? A10 ആണ്. A10 ഫാൻസ് ഒക്കെ ഉഷാറായിരിക്കുക. ഓക്കെ, അപ്പം n-ന് പകരം 10 കൊണ്ട് ഇട്ടു. 10th ടേമല്ലേ വേണ്ടത്, അപ്പം 10 കൊണ്ട് ഇട്ടു. = ഇവർ പറയുന്നത് എഫ് അല്ലേ? അല്ലെ എ ഫസ്റ്റ് ടേം. എഫ് ഫസ്റ്റ് ടേം എന്താണ്? നമ്മുടെ സീക്വൻസിൽ 3 ആണ്. അപ്പം 3 പ്ലസ് എന്താണ്? n-1. n 10 കൊണ്ടിട്ട് അത്രേ ഉള്ളൂ. 10 - 1 എന്ന് പറഞ്ഞാൽ കിട്ടും 9. ഓക്കെ, അത് റെഡി അല്ലേ? n എപ്പോഴും 10 വെച്ച് റിപ്ലേസ് ചെയ്യണം. അതല്ലേ ചോദിച്ചിരിക്കുന്നത് 10ാമത്തെ ടേം. അതിൻ്റെ അർത്ഥം എന്താണ്? n = 5. അപ്പം 10 - 1 9 ഇൻറ്റു ഡി ആണ്. ഡി എവിടെ പോയി? ഇതാ നമ്മുടെ കോമൺ ഡിഫറൻസ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിച്ചതാണ് കോമൺ ഡിഫറൻസ്. ഡി എന്താണ്? ഇൻറ്റു 5. ജസ്റ്റ് കാൽക്കുലേറ്റ്. 3 + 9 × 5 എന്താണ്? 45. 45 + 3 48. 48 ആണ് നമ്മുടെ 10ാമത്തെ ടേം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കാര്യമല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. 10ാമത്തെ ടേം 48 കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് ഈ ഫോർമുല ഇപ്പോഴും അങ്ങോട്ട് ക്ലിയർ ആവാത്തവരുണ്ടാവും അല്ലേ? അത്ര സിമ്പിൾ കാര്യമല്ല. ചിലവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും, എനിക്ക് മനസ്സിലാവും. വീണ്ടും പറഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു ടേമും കൂടി കണ്ടുപിടിക്കാം. നമുക്ക് എത്രാമത്തെ വേണ്ട? കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള എടുക്കാം അല്ലേ? 18ാമത്തെ ടേം. 18ാമത്തെ ടേം പരീക്ഷിച്ച് ചോദിക്കും. എന്തൊക്കെ ചോദിക്കും? 18ാമത്തെ ടേം എന്താണ്? ഈ സീക്വൻസിൽ 18ാമത്തെ ടേം എന്താണ്? എന്ത് ചെയ്യണം? ഈ ഫോർമുല എടുക്കുക. n-ന് പകരം ഇപ്രാവശ്യം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? n-ന് പകരം 18 = എഫ് എന്താണ്? എഫ് മാറാൻ പോകുന്നില്ല. എഫ് ഇപ്പോൾ ഫസ്റ്റ് ടേം ആയിരിക്കും. ഫസ്റ്റ് ടേം 3 ആണ്. 3 പ്ലസ് n-1. n-ന് 18 കൊടുക്കുക. അപ്പം n-1 എന്തോ? 18 - 1 17. 17 ഇൻറ്റു ഡിയും മാറാൻ പോകുന്നില്ല. ഡി എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് എപ്പോഴും. അപ്പോൾ 5 ആണ്. 5. ഇനി എന്ത് ചെയ്യണം? 3 + 17 × 5 അങ്ങോട്ട് ചെയ്ത് നോക്കുക. 7 × 5 എന്താണ്? അങ്ങോട്ട് ചെയ്ത് നോക്കുക. 7 5s are 35. 5 1 5 85. 85. ഓക്കെ, 85 + 3 88 ആയിരിക്കും എന്ത്? 18ാമത്തെ ടേം. അപ്പം ബേസിക്കലി
എത്ര ടേമാണ് കണ്ടുപിടിക്കാം? 18, 21, 31, 40, 50, 100, 1000 ഒക്കെ കണ്ടുപിടിക്കാം. പരീക്ഷയിൽ എന്തായിരിക്കും ചോദിക്കുക നമുക്കറിയാമല്ല, 18 ആണോ 10 ആണോ. അപ്പം ബേസിക്കലി നിങ്ങൾ ഈ ഫോർമുല പഠിച്ചു വെക്കുക. ഓക്കെ, an അല്ലെ xn is equal to f അല്ലെ a എന്താണെന്ന് കുഴപ്പമില്ല, f plus n-1 into d. ഇവിടെ n-1 ആണ് കേട്ടോ, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇതെന്തായാലും പരീക്ഷ ചോദിക്കും, ഒരു സംശയമില്ല. മറ്റേതൊക്കെ 1 മാർക്കിന് ചോദിക്കും, ഇതൊക്കെ എന്താണ് 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഒരു സംശയമില്ല, പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ പരീക്ഷയിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ വരാൻ പറ്റിയ ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു അല്ലേ, കോമൺ ഡിഫറൻസ് ചടിച്ചടിപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ വെച്ചിട്ട് n വരുന്ന സാധനം അല്ലേ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോ ടേമും കണ്ടുപിടിച്ചു. അതൊരു ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് എന്താണ്, ഈ കോമൺ ഡിഫറൻസും സീക്വൻസ് ഇങ്ങനെ തരും അല്ലേ, 3, 8, 13 ഒക്കെ തന്നിട്ട് കോമൺ ഡിഫറൻസും ചോദിച്ചു, 10ാമത്തെ ടേമും ചോദിച്ചു അല്ലെ, 18ാമത്തെ ടേമും ചോദിച്ചു അല്ലെ, 30ാമത്തെ ടേമും ചോദിച്ചു. അതിനുള്ള ഫോർമുലയും നമ്മൾ കണ്ടു. ലാസ്റ്റ് ടൈപ്പാണ് ഇങ്ങനത്തെ. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, ദ 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, എസ് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 20. 5th ടേം എന്നാണ് 20. ഓക്കെ ശരി, 5ാമത്തെ ടേം 20 ആണ്. സീക്വൻസ് ഒന്നുമില്ല കേട്ടോ, നമ്മൾ നേരത്തെ 3, 8 എന്നൊക്കെ പറഞ്ഞ സീക്വൻസ് ഒന്നുമില്ല. ഇവിടെ സീക്വൻസ് ഒന്നുമില്ല, ഒരു ഫുൾ ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് 8th ടേം ഇസ് 32. 8ാമത്തെ ടേം, അപ്പോൾ 5ാമത്തെ ടേം തന്നിട്ടുണ്ട് 20 ആണ്. പിന്നെ 8ാമത്തെ ടേം ആണ് വന്നിരിക്കുന്നത് അല്ല, അടുത്ത 6ാമത്തെ പോലും വന്നിട്ടില്ല. 8ാമത്തെ ടേം എന്താണ് 32 തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്. കോമഡി ആയല്ലോ, മറ്റേ ചെറിയ 3, 8 എന്നൊക്കെയാണ് എഴുതി നോക്കിയിട്ട് ഇങ്ങനെ ചാടി കളിച്ചാൽ മതിയായിരുന്നു. ഇവിടെ പക്ഷേ എന്താണ്, ചാടാൻ പറ്റില്ല. അത് 5ാമത്തെ കഴിഞ്ഞിട്ട് പിന്നെ 8ാമത്തെ ആണ്. അപ്പോൾ എഴുതിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം, എന്ത് ചെയ്യും, ഇങ്ങനെ 2 സെപ്പറേറ്റ് ദൂരെയുള്ള ടേംസ് വന്നിട്ട് ചോദിക്കുകയാണ് കോമൺ ഡിഫറൻസ് എന്താണെന്ന്. നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ, കോമൺ ഡിഫറൻസ് ഈ ഫോർമുല നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത് കുറേ രീതിയിൽ ചെയ്യാം കേട്ടോ, ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യാം. അങ്ങനെ ഇക്വേഷനൊക്കെ എഴുതി സോൾവ് ചെയ്യുന്ന പരിപാടി അത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നില്ല. ഓക്കെ, നമുക്കൊരു ചെറിയ ട്രിക്കിലൂടെ ഇത് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസ് d വിൽ ബി ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ. 2 ടേംസ് ആണ് അല്ലേ, ഒന്ന് 8ാമത്തെ ടേം 8th ടേം, മറ്റേത് 5th ടേം. 8th ടേം എത്രയാണ്, ഇങ്ങനെ വൃത്തിയിൽ എഴുതി വെക്കുക 32. മറ്റേന്താണ് 5th ടേം എത്രയാണ് 20. ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഈ സാധനം ഈ ടേം ഏതൊക്കെയാണ് ടേം അല്ലേ, നമ്മുടെ സീക്വൻസിൽ ടേം ഏതാണോ അത് മുകളിൽ എഴുതുക. അതായത് 32, 20 ഇങ്ങനെ എഴുതി വെക്കുക. വലുത് ആദ്യം, ചെറുത് പിന്നെ എഴുതിയാൽ നന്നായിരിക്കും, എല്ലാവരും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് അതിനിടയിൽ ഒരു മൈനസ് ഇടാം. ഇപ്പോൾ 32 - 20 അത് മുകളിൽ. താഴെ ഡിനോമിനേറ്ററിൽ താഴെ എന്ത് വരുന്നറിയോ, ഈ 32 എത്രാമത്തെ ടേമാണ്, 8th ടേം അല്ല, അപ്പോൾ 8 താഴെ എഴുതണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ 20 എത്രാമത്തെ ടേമാണ്, 5th ടേം അല്ല, അപ്പോൾ 5 താഴെ എഴുതണം. നടുവിലൊരു മൈനസ് ഇട്ട് കൊടുക്കുക, മുകളിലിട്ട പോലെ മൈനസ് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, 32 താഴെ 32 8th ടേമാണ്, 8ാമത്തെ ടേം ആണെങ്കിൽ 32 താഴെ 8 തന്നെ വരണം. അവിടെ 5 വന്നാൽ ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം തെറ്റും. 20 എന്താണ് 5ാമത്തെ ടേമാണ്, അപ്പോൾ അതിൻ്റെ താഴെ എന്ത് വരണം, 5 തന്നെ വരണം. ഇടയ്ക്ക് മൈനസ് ആണ്, പ്ലസ് ഒന്നല്ല, മൈനസ് ആണ്, മറക്കരുത്. ഇത്ര എഴുതിയാൽ ആൻസർ കിട്ടി. ഡി എന്താണ്, ഇതാണ് ഡി. അപ്പം 32 - 20 12 ബൈ 8 - 5 3, 12 ബൈ 3 4. ഡി എന്താണ്, കോമൺ ഡിഫറൻസ് എന്താണ്, 4 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് എന്താണ്, 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി 4. ഇനി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പരീക്ഷയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി വിചാരിക്കാം. 2ാമത്തെ പാർട്ട് ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. അത് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. അതിന് മനസ്സിലാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുവരെ എഴുതുക. അപ്പോൾ എന്താണ്, ഇപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് അവിടെ കിട്ടിയല്ലോ. എന്നിട്ട് ഇത് ചെയ്യണ്ട, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചിലർക്ക് തോന്നും. അപ്പോൾ അത് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, ആ 2 മാർക്ക് നിങ്ങൾ വേറെ എവിടെ പോയി വാങ്ങുക. 120 മാർക്കിൻ്റെ പേപ്പറിൽ നിന്ന് വെറും 80 മാർക്കിന് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ 2 മാർക്ക് നിങ്ങൾ ഉറപ്പാക്കി വാങ്ങുക. എന്നിട്ട് വേറെ ഏതെങ്കിലും ചാപ്റ്ററോ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പോയി അങ്ങോട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം ഇതുവരെ മനസ്സിലായി. ഇനി പറയുന്നത് മനസ്സിലാവുന്നവർക്ക് ഇതും കൂടി അങ്ങോട്ട് ചെയ്തേക്കാം. അപ്പോൾ 4 മാർക്ക് ഇവിടെ തന്നെ ഉറപ്പായി. അപ്പോൾ എന്താണ്, ഫൈൻ ദി 10th ടേം. വീണ്ടും 10th ടേം ആണ് വെച്ചത്. നേരത്തെ 10th ടേമാണ്, ഇവിടെയും 10th ടേം ആണ്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഞാൻ പറഞ്ഞു ഡിഫിക്കൽട്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം. 10th ടേമിന് വീണ്ടും നമ്മുടെ ഇക്വേഷൻ മാറുന്നില്ല, പുതിയ ഇക്വേഷൻ ഒന്നും ഇല്ല, പഴയ ഇക്വേഷൻ തന്നെയാണ്. xn = എന്താണ്, f + n-1 d, n-1 × d, xnോ anോ ഇതാണെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് nth ടേം ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ എന്താണ് തന്നിരിക്കുന്നത്, 8th ടേം തന്നിട്ടുണ്ട്, 5th ടേം തന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ 5th ടേം നമുക്ക് ഉപയോഗിക്കാം. 8th ടേം ഉപയോഗിച്ചാലും കുഴപ്പമില്ല, സംഭവം കിട്ടും. 5th ടേം തന്നിട്ടുണ്ട്, 5th ടേം വെച്ചിട്ട് നമുക്ക് സംഭവം എന്താ കിട്ടാൻ പോകുന്നത് നോക്കാം. അപ്പോൾ 5th ടേം എങ്ങനെ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക, n-ന് പകരം 5 കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ x5 = ഫസ്റ്റ് ടേം നമുക്കറിയില്ല. ഫസ്റ്റ് ടേം നമുക്കറിയില്ല, കാരണം എന്താണ്, 5th ഉം 8th അറിയുള്ളൂ. അപ്പോൾ അവിടെ ഫസ്റ്റ് ടേം അറിയില്ല. പ്ലസ് n5 ആണ്, അപ്പോൾ n-1 എന്താണ്, 4 ആണ്. ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, 4 ആണ്. അപ്പോൾ 4. ഓക്കെ, റെഡി.
x5 എന്താണ് ഫിഫ്ത്ത് ടേം ആണ്, അത് നമുക്കറിയാം 20 ആണ്. അപ്പോൾ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് 4 × 4 16 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും എഫ് ഈ 16 എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പോൾ അത് മൈനസ് ആവും അല്ലേ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്താണ് 16 കൊണ്ടുപോകുമ്പോൾ 16 മൈനസ് ആവും. അപ്പോൾ 20 മൈനസ് 16 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്താ കിട്ടിയ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. എങ്ങനെ 20ാമത്തെ ടേമും കോമൺ ഡിഫറൻസും കൂടി കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി ഫസ്റ്റ് ടേം കിട്ടി. എന്താണ് ഫസ്റ്റ് ടേം? 4 ആണ്. അപ്പോൾ 4 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടേം അല്ല വേണ്ടത്, നമുക്ക് എന്താ വേണ്ടത് 10th ടേമാണ് വേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് ടേം കിട്ടിയ സ്ഥിതിക്ക് 10th ടേം എങ്ങനെ കിട്ടും? വീണ്ടും ഈ സെയിം ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ 5th ടേമിന് വേണ്ടി ഇക്വേഷൻ ഉപയോഗിച്ചു, ഇനി ഉപയോഗിക്കേണ്ടത് 10th ടേമിനാണ്. ഇനി നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ പോകും 10th ടേമിന് വേണ്ടിയിട്ട്. 10th ടേമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുക? വീണ്ടും എന്നിന് പകരം ഇവിടൊക്കെ എന്നിന് പകരം 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം x10 ഇസ് ഈക്വൽ ടു എഫ് നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ, പുതിയതായിട്ട് കിട്ടിയില്ലേ, എഫ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ 4 പ്ലസ് എന്താണ് 10 - 1, എന്നിന് പകരം 10 ആണ്. അപ്പോൾ 10 - 1 ഇൻറ്റു അത് 10 - 1 എന്നാണ് 9 ഇൻറ്റു ഡി എത്രയാണ്? ഡിയും 4 അല്ലേ? ഡിയും 4 ആണല്ലോ, ഡിയും 4. അപ്പോൾ 4 + 9 × 4 4 + 9 × 4 എന്താണ് 36 ആണ്. അപ്പോൾ 36 + 4 എത്രയാണ് 40 ആണ് അല്ലേ. 36 + 4 എന്നാണ് 40 ആണ്. ഈ 40 ആണ് നമ്മുടെ 10th ടേം. ആൻസർ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബേസിക്കലി ആകെ നമ്മൾ ഒരു കഷ്ടപ്പെട്ട എന്താ കാര്യം, നേരെ ഇക്വേഷനുള്ളിൽ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x10 നമുക്ക് കിട്ടൂല. കാരണം എന്താണ്, എഫ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? നമുക്ക് എഫ് കണ്ടുപിടിക്കേണ്ടി വന്നു. എന്ത് ഉപയോഗിച്ചിട്ട്? 5th ടേം ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടും ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലാണ്. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ എവിടെയോ നിങ്ങൾക്ക് ആ 2 മാർക്ക് കിട്ടിയുള്ളൂ. നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായവർ ഇതങ്ങോട്ട് ചെയ്യുക, ഈ ടേം കണ്ടുപിടിക്കുക. ബേസിക്കലി നമ്മൾ ചെയ്ത 2 പ്രാവശ്യം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് 5th ടേമിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എഫ് കണ്ടുപിടിച്ചു, ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ എഫ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമ്മൾ ആ എഫും കൂടി ഇട്ടിട്ട് നമ്മുടെ 10th ടേം കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് മനസ്സിലാത്തവർ എന്ത് ചെയ്യണം? ഇത് പഠിക്കരുത്, ചെയ്യരുത്, വേറെ എവിടെയും പോയിട്ട് 2 മാർക്ക് വാങ്ങുക. ഇനിയും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് മാർക്ക് വാങ്ങുക. ഇനി ഇതിലൊരു ചെറിയ ട്രിക്കും കൂടി ഉണ്ട്. ഇത് എപ്പോഴും ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞുതരാൻ പറ്റുന്നത്. നമുക്കറിയാം 8ാമത്തെ ടേം എന്താണ് 32 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, 8ാമത്തെ ടേം 32 ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ അടുത്ത ടേം കിട്ടണം എന്ത് ചെയ്യണം? 9th ടേം കിട്ടണം എന്ത് ചെയ്യണം? ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. 32ലേക്ക് 4 ആഡ് ചെയ്താൽ 36 കിട്ടും. അതായിരിക്കും 9th ടേം. ഓക്കെ, 10th ടേം കിട്ടണം എന്ത് ചെയ്യണം? ഒരു 4 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 9ാമത്തെ ടേം 36. അതിലേക്ക് ആ കോമൺ ഡിഫറൻസ് ഒന്നുകൂടി ആഡ് ചെയ്താൽ 40 10th ടേം കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അടുത്തടുത്തായതുകൊണ്ടാണ്. 8th കഴിഞ്ഞിട്ട് 8th അറിയാം, 10th ആണ്. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 23ാമത്തെ ടേം എന്താണ്? ഓരോ പ്രാവശ്യം 4 ആഡ് ചെയ്ത് അവിടെ എത്താൻ പറ്റുകയാണ് നല്ല കാര്യം. പക്ഷേ എപ്പോഴും പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. മാർക്ക് ആരും കട്ട് ചെയ്യാൻ പോകുന്നില്ല, ഒരു സംശയമില്ല. പക്ഷേ പറ്റാത്തവർ എന്ത് ചെയ്യണം? ഇതൊക്കെ അറിയെങ്കിൽ ഇതുകൊണ്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക. അപ്പം മനസ്സിലാക്കേണ്ടത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത്രയേ വരാൻ പോകുന്നുള്ളൂ. നമ്മളെല്ലാ പോസിബിലിറ്റീസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫോക്കസ് ചെയ്തിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ, അറ്റ്ലീസ്റ്റ് ആ ഫസ്റ്റ് 3 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഈ ചാപ്റ്ററിന് വരാൻ പറ്റിയ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാത്സിലേക്കുള്ള A+ലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. Exam winner. Crack your exams with Exam Winner and be a true winner.